ഹായ്. ഹായ്. അപ്പൊ ഈ ആഴ്ചത്തെ ബിഗ് ബോസ് അനലൈസേഷനിലോട്ട് കിടക്കാല്ലേ? ഈ ആഴ്ചത്തെ അല്ല, കഴിഞ്ഞ ആഴ്ചത്തെ. കഴിഞ്ഞ ആഴ്ച ഒന്നും ഉണ്ടായിരുന്നില്ല പറയാൻ. ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ബിഗ് ബോസ് ഹൗസിൽ എന്തേലും നടന്നാലല്ലേ നമുക്ക് എന്തേലും പറയാൻ കാണും. ഒന്നുമില്ല. പുറത്തുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിലേറെ. അയ്യോ, അത് ഇങ്ങനെ പടക്കത്തിന് ഇങ്ങനെ പെരുന്നാളില് പടക്കം പൊട്ടണക്ക് ഒരു സൈഡില് ബിഗ് ബോസിന്റെ കുറെ റെപ്രസെന്റേറ്റീവ്സ്, ഇപ്പർ സൈഡിൽ അഖിൽമാരാർ, അപ്പർ സൈഡില് റിയാസിന്റെ പോഡ്കാസ്റ്റ്. അതെ. ബിഗ് ബോസ് പിന്നെ വന്നിട്ടും പോയിട്ടും ആകെ ഉള്ളത് ഗബ്രി ഔട്ടായി. അതെ, ഒരു കണക്കിന് നന്നായി. ഇനി അത് കാണേണ്ടി വരില്ലല്ലോ. അത് കഴിഞ്ഞുള്ള ജാസ്മിന്റെ ഇതായിരുന്നു കോമഡി. പട്ടാളത്തിൽ പോയ ഭർത്താവ് മരിച്ചതിന്റെ വിഷമത്തില് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മള് സിനിമയിലൊക്കെ കാണുന്ന മെലോ ഡ്രാമ സീനായിരുന്നു. കഴിഞ്ഞ വീക്കിൽ നമുക്ക് പറയാനാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ക്യാപ്റ്റൻസി മറ്റേ ടാസ്ക്, ഓരോ ദിവസം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതും ഒരു ഇതുമില്ലാത്ത ടാസ്കും. പിന്നെ എന്താ പറയുക, ആ ജയിൽ നോമിനേഷനിൽ ആകെ അതിനകത്ത് രസം തോന്നിയെന്ന് പറഞ്ഞാൽ ജയിൽ നോമിനേഷനിൽ 4 പേര് സെലക്ട് ചെയ്യുന്നു, 2 പേർക്ക് ഒരു ടാസ്ക് കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു. കൊള്ളായിരുന്നു, അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ എന്താ, കുറെ പേര് ഫുഡ് കട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ കുറെ സീനുകള്. രതീഷ് പോയി, അതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പറയാനുള്ളത്. എനിക്ക് വലിയ സന്തോഷായി. അല്ല, ആക്ച്വലി ഈ ആഴ്ച പോയ 2 പേരിലും എനിക്ക് നല്ലതായിരുന്നു എന്ന് തന്നെ എനിക്ക് ഫീൽ ആയത്. ഇതിനുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്, പുറത്തിറങ്ങിയതിന് ശേഷം വൃത്തിയായി ഗബ്രി അങ്ങോട്ട് കൈയൊഴിഞ്ഞു ജാസ്മിനെ. പുറത്തെന്താ നടക്കുന്നതെന്ന് അറിയാതെ ജാസ്മിൻ അവിടെ കിടന്ന് മെലോ ഡ്രാമ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആരും ഇല്ല ഒന്നാമത് സപ്പോർട്ട് ചെയ്യാൻ. ആകെ ഉണ്ടായിരുന്ന റസ്മിനും കാര്യം മനസ്സിലായത് കാരണം പുള്ളിക്കാരിയും വലിയ ഇൻട്രസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. ശരിയാ, ഒന്നും പറയാനും കിട്ടുന്നില്ല ഈ ഒരു വീക്കിലെ ബിഗ് ബോസിനെ പറ്റി, അല്ലേ? പക്ഷെ പുറത്ത് പറയാനുണ്ട്, പുറത്തെ കഥകൾ ഒരുപാട് പറയാനുണ്ട്. അത് ഈ വീക്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റേ ജിൻഡോയ്ക്കും നോറയ്ക്കും ടാസ്ക് കൊടുത്തിട്ട് നോറ ഭയങ്കരമായിട്ട് ഫിസിക്കലി ഇതാക്കി എന്ന് പറഞ്ഞ ഒരു കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ നോറ സ്റ്റബേൺ ആയിട്ട് നിന്നോണ്ടുള്ള പ്രശ്നമായിരുന്നു അത് മൊത്തം. നോറ ഫണ്ണാക്കുവായിരുന്നെങ്കിൽ, അതിപ്പോ ജിൻഡോ ആണെങ്കിൽ ആ രീതിക്ക് എടുത്തേനെ. ഫണ്ണായിട്ട് പിന്നെ എന്താ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഫീൽ ചെയ്തൊരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഒരിക്കലും പറ്റാത്ത ഒരാളുമായിട്ട് എങ്ങനെ കോമഡി ചെയ്യാനാ? ആക്ച്വലി ആ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന കോമഡിയാണ്. പക്ഷെ ജിൻഡോ കോമഡി ചെയ്യാനല്ല, അത് ഫണ്ണാക്കാന്ന് പറഞ്ഞാൽ നോറ അത് ഇപ്പൊ ജിൻഡോ ചെയ്യണതിന് ഒരു റിയാക്ഷൻ ഇല്ലാണ്ട് നിന്നോണ്ടാ. ജിൻഡോ ചെയ്യണതിന് എന്തെങ്കിലും റിയാക്ഷൻ കൊടുത്താൽ ഓപ്പോസിറ്റ് പുള്ളിക്കാരിക്കും ചെയ്യാറുന്നു. പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ടാസ്കുകൾ പുള്ളിക്കാരിക്ക് പോയി ചെയ്യായിരുന്നു. അങ്ങനെ ഫണ്ണാക്കാൻ പറ്റുമായിരുന്നു. ഇരിക്കത്തിലെ ആക്ടിവിറ്റി ചെയ്തോണ്ടിരുന്ന പോലെ തന്നെ നോറയ്ക്ക് ചാടിത്തുള്ളി നടന്നാൽ ജിൻഡോ അതിനനുസരിച്ച് വന്നേനെ. കാരണം നിന്ന് കഴിഞ്ഞാല് ഇപ്പം എല്ലാവരും ജിൻഡോയുടെ സൈഡിൽ നിന്ന്, കാരണം നോറ അവിടെ ഒന്നും ചെയ്യേണ്ടി നിന്നു എന്നുള്ള ഇതാണ് എല്ലാവർക്കും കിട്ടിയത്. പക്ഷെ നോറ ചാടിത്തുള്ളി നടന്നു കഴിയുമ്പോ പിന്നെ ജിൻഡോയുടെ ഒക്കെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പുള്ളിക്കാരി ചാടിത്തുള്ളിയാ പുള്ളി അതിന്റെ ഡബിൾ ഇരട്ടി ചാടിത്തുള്ളും. അപ്പൊ നോറേനെ ചിലപ്പോ വള്ളി കെട്ടി കൊണ്ടോണ്ട് പോരും. അങ്ങനത്തെ ഒരു ലെവലൊക്കെ ആയിരിക്കും. അതും ഒരു കണക്കിന് ആലോചിക്കേണ്ട കാര്യമാണ്. പുള്ളിക്ക് ഒന്നാമത് അതിന്റെ ഇടയ്ക്ക് റസ്മിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ശോകായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ റസ്മിൻ ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ടാസ്ക്, അതായത് പറഞ്ഞല്ലോ ആയിരുന്നു ഈ ആഴ്ച മൊത്തം. അതും ടാസ്കുകളിൽ ക്യാപ്റ്റൻസി സെലക്ഷൻ ടാസ്ക് ആയതുകൊണ്ട് തന്നെ മറ്റേ ഇവിടെ തന്നെ റസ്മിനെ തന്നെ ഒരു ടീമിലിട്ടു. പിന്നെ ടീമിലേക്ക് ഇട്ട് കളിക്കുമായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ വീക്കില് ഗെയിംസ് വന്നോണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. ഗെയിംസ് അടിപൊളിയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ വന്ന് ക്യാപ്റ്റനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ കൊള്ളത്തില്ലെന്നാ പറയുന്നത്. കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് പെർഫോം ചെയ്യാം, ക്യാപ്റ്റൻ ആയിട്ട് പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ ഇൻസിഡന്റ്. അല്ല, റസ്മിനും പറഞ്ഞ കാര്യം അത്, ക്യാപ്റ്റനായിട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു, ടാസ്കുകൾ തന്നെ ആയിരുന്നു. ഇപ്പം നമ്മള് എല്ലാ വീക്കിലെ എപ്പിസോഡ്സ് നോക്കിയാലും എപ്പിസോഡ്സിനകത്ത് ആകെ ഉള്ളത് എല്ലാ ദിവസവും ഓരോ ടാസ്ക് ആണ്.
അത് മറ്റേ എന്താ പറയാ, ഋഷി ക്യാപ്റ്റൻ ആയതിനു ശേഷം ഋഷിയോട് എന്താണ് പറയാനുള്ളതെന്ന് ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എത്ര നന്നായിട്ട് ചെയ്താലും എത്ര ഷൗട്ട് ചെയ്ത് ചെയ്താലും അവസാനം വീക്കെൻഡിൽ വന്നിട്ട് പറയും കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയും. കമ്പനിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ജാസ്മിനാ പറഞ്ഞത്, കമ്പനിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും നീ വീക്കെൻഡ് എപ്പിസോഡിൽ നീ സോഫ്റ്റ് ആയിരുന്നു, ഫേവറബിൾ ആയിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. ഇനി പിന്നെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അധികാരം പ്രയോഗിക്കും, എല്ലാരെയും ഭരിക്കാൻ വരുമായിരുന്നു. അത് ഇപ്പൊ ജിൻഡോ ആ ജാസ്മിൻ പറഞ്ഞ ഡയലോഗ് തൊട്ട് കണക്ട് ചെയ്ത് ജിൻഡോ പറഞ്ഞതും കറക്റ്റാ. എന്ത് വന്നാലും അവന്റെ മേളിലാണ് കുറ്റം വരുള്ളൂ. ഇപ്പൊ നല്ലത് ചെയ്ത ഒരു സൈഡിൽ ഒരാളുകൾ പറയും അത് സോഫ്റ്റ് ആണെന്ന് പറയും, ഇപ്പൊ മോശമായിട്ട് ചെയ്താൽ ഇപ്പൊ പറയും. എനിക്ക് തോന്നുന്നു ഒരു ക്യാപ്റ്റനും ഇതുപോലെ നല്ലത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെന്ന്. അപ്സര വിളിച്ചു കഴിഞ്ഞാൽ അപ്സര കേട്ടു, പക്ഷെ ഇപ്പോഴും അപ്സര അതിനെതിരെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്സര നല്ല ക്യാപ്റ്റൻ ആയിരുന്നു എന്നും ആയിരുന്ന വീക്കില് പുള്ളിക്കാരിക്ക് നല്ലത് കേട്ടു. അതിനുശേഷം പുള്ളിക്കാരി അതിനെ എന്താ പറയാ, ശ്രീതു കുഴപ്പമില്ലാത്തൊരു ഒപ്പീനിയനാ കേട്ടെ. ശ്രീതുവിന്റെ എല്ലാവർക്കും കുഴപ്പമില്ലായിരുന്നു. അല്ല, അപ്സരയുടെ കേസ് അപ്സര ആ ഒരു വീക്കിൽ നല്ലത് കിട്ടും, നല്ല ക്യാപ്റ്റൻ ആകുമ്പോൾ കിട്ടും. പക്ഷെ പിന്നെ വന്ന ഓരോ വീക്കിലും ക്യാപ്റ്റൻസിയുടെ ഇത് വരുമ്പോൾ നല്ല ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ വന്നിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. പിന്നെ എന്തായിരുന്നു, പുള്ളിക്കാരി അതിലൊരു അഭിമാനം കൊള്ളുന്ന കാണുമ്പോ സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ കുറെ പറ്റുന്നില്ല. അതെ. പിന്നെ പവർ ടീം എങ്ങനെയുണ്ടായിരുന്നു? പവർ ടീമിന് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല. പവർ ടീമിന്ന് ശ്രീരേഖയും ശരണ്യയും പുറത്തു വന്നെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അവര് ഈ പ്രിവിലേജ് കിട്ടി ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ വീക്കിൽ ഇപ്പൊ ഋഷിയാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. അപ്പൊ ഋഷിയുടെയും അവരുടെ ഗ്രൂപ്പിന്റെ ഒരു പ്ലാനിങ്ങിന്റെ ഇടയിൽ വീക്കായിട്ടുള്ളവരെ ഉള്ളിൽ കയറ്റാം, പവർ ടീമിൽ കയറ്റാം, സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്തു നിർത്താം, അങ്ങനെ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് പ്രിവിലേജസ് കൂടുതൽ ഇവർക്കല്ലേ കൂടുതൽ, അതായത് പവർ ടീമിലായ ആരും നോമിനേറ്റ് ചെയ്യില്ല, അവർക്ക് എന്തും ചെയ്യാനുള്ള. അതുകൊണ്ടാണ് അപ്പൊ വീക്കായിട്ടുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് അവരെ പവർ ടീമിലിടുക. അല്ല, ഇപ്പം ഋഷി മറ്റേ ക്യാപ്റ്റൻ ഡിസാസ്കിന്റെ ലാസ്റ്റ് ഗെയിമിൽ പറയണ്ട, അഭിഷേകും ഋഷിയും നോറേനെ ജയിപ്പിക്കാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നോറയെ ഹിറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാണ് ഋഷി അത് ചെയ്തെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഋഷി ഇനി ക്യാപ്റ്റൻസിയിൽ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുമ്പം നോറേനെ പവർ ടീമിലേക്ക്, അതായത് ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസിയിലേക്ക് വരാൻ പറ്റാത്ത നോറേനെ പവർ ടീമിലേക്ക് കയറ്റാൻ സാധ്യതയുണ്ട്. ഉണ്ട്. അവരുടെ പ്ലാനിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു റസ്മിൻ, നോറ, അഭി, പിന്നെ ശ്രീരേഖ, ഋഷി ക്യാപ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞ ആ ടീം നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ. ശരിക്കും ഇപ്പൊ പിന്നെ എനിക്കും ഫീൽ ചെയ്ത ഒരു കാര്യം അത് തന്നെയായിരുന്നു. നോറ ഇപ്പൊ ക്യാപ്റ്റൻസിയിലോട്ട് വരികയാണെങ്കിൽ ഇനി ഇപ്പൊ എന്താന്ന് വെച്ചാൽ ടീമൊക്കെ പൊളിച്ചു പണിയാൻ പോവാ. അപ്പൊ ഇവരുടെ ക്യാപ്റ്റനാണ് അതിനുള്ള ഡ്യൂട്ടി കൊടുത്തേക്കുന്നത്. അപ്പൊ ടീം സെലക്ട് ചെയ്യുന്ന ഒരു സാധനത്തില് പുള്ളിക്കാരിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അതാണിപ്പോ അല്ലെങ്കിൽ നോറയുടെയോ പിന്നെ അബിയുടെയോ ഒരു പ്ലാനിലുള്ള ഒരു സാധന ഋഷി ഇപ്പോ അത് കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് മൊത്തം പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഋഷിക്ക് വലിയ ഐഡിയ പവർ ടീമിലേക്ക് വന്നില്ലെങ്കിൽ നോറെ അബിയും വരും. ഇപ്പർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അൻസിബേനെ കയറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം അൻസിബയ്ക്ക് കാരണം എല്ലാ നോമിനേഷനിലും അൻസിബ വന്നിട്ടുണ്ട്. അപ്പം അൻസിബയ്ക്ക് നോമിനേഷൻ ഒഴിവാകുകൊണ്ട് അൻസിബേനെ പവർ ടീമിലേക്ക് കയറ്റും. പിന്നെ കമ്പാരിറ്റീവ്ലി അൻസിബ ആക്റ്റീവ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അഭിഷേകിനോടുള്ള ഒരു ഇതൊക്കെ മാറത്തുള്ളൂ. കാരണം ആളെങ്ങനെയാണെങ്കിലും ഗെയിമിൽ നല്ല രീതിയിൽ ഐഡിയാസ് ഒക്കെ. അങ്ങനെയല്ല, പുള്ളിയുടെ ഐഡിയോളജി എങ്ങനെയായിരുന്നു എന്നുള്ളതിലായിരുന്നു ആൾക്കാർക്ക് ആദ്യം വന്ന സമയത്ത് ഒരു പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ പെരുമാറുന്ന രീതി അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഒരു കൺസിഡറേഷൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്. ഈ അഭിഷേകിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ അഭിഷേക് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ അതായത് ലൈവ് ഭയങ്കരമായിട്ട് ഗബ്രീനെയും ജാസ്മിനെയും ഫോക്കസ്ഡ് ആയിരുന്നു. ഈ അഭിഷേക് പറഞ്ഞ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, എല്ലാം ട്രിക്കാണ്. അവന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണോ, അവൻ എന്ത് പറഞ്ഞു എന്നുള്ളത്, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അവന്റെ ജഡ്ജ്മെന്റ് അവൻ അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ലൈവിൽ വന്നിട്ടുള്ള സാധനം പകുതി കാര്യങ്ങൾ വന്നിട്ടില്ലല്ലോ. പകുതിയല്ല, 24x7 എന്ന് പറഞ്ഞാലും 24x7 ഹൗസിൽ നടക്കുന്ന എല്ലാം കാണിക്കാനൊന്നും പറ്റില്ല. അല്ല, ലൈവ് ആണെങ്കിൽ പോലും 24x7 ഇല്ലല്ലോ. രാവിലെ 8 തൊട്ട് രാത്രി 12 വരെയാണല്ലോ ലൈവ് പോലും സ്ട്രീമിംഗ് ഉള്ളൂ.
അതെ അതും എഡിറ്റഡ് വേർഷൻ. അതാ പറഞ്ഞ അതും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ എല്ലാ വിഷ്വൽസും കാണിക്കാനുള്ള സമയവും ഇല്ലല്ലോ. അല്ല എല്ലാ വിഷ്വൽസും അല്ല, അവരുടെ ഫേവേർഡ് സാധനങ്ങളാണല്ലോ. ഈ ക്യാമറ സ്വിച്ച് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഇപ്പം അതെ എവിടെ ഒരു സാധനം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വന്നു എന്നുള്ളെങ്കിൽ അങ്ങോട്ടാണ് ക്യാമറയുടെ സ്വിച്ചിങ് തന്നെ. ഇതിന്റെ വേറെ ക്യാമറ വേറെ റൂമിൽ ആളെന്ത് ഡിസ്കസ് ചെയ്യുന്നുള്ള സാധനം വന്നില്ല. അതെ, പിന്നെ അവര് കൂടുതലും ഫോക്കസ് ചെയ്തത് ജാസ്മിനും ഗബ്രീനെയും തന്നെയായിരുന്നു. ഒരു പരിധി വരെ അവരുടെ പിന്നെ എന്ത് അവരുടെ പിന്നെ ഇത് വിറ്റ് പോകാനുള്ള ഒരു മെറ്റീരിയല് എന്തായാലും ഇപ്പൊ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തന്നെയായിരുന്നു മെയിൻ കണ്ടന്റ്. അപ്പൊ അവരെ ഫോക്കസ് ചെയ്യൂ. ഈ എലിമിനേഷൻ എപ്പിസോഡ് കണ്ടാ അറിയാം ഗബ്രീനും ജാസ്മിനും എന്തോരം കണ്ടന്റ് ആക്കി എന്നുള്ളത്. കാരണം ഇതുവരെ എലിമിനേഷൻ ഇല്ലാത്ത ഇതുവരെ വേണമെങ്കിൽ അൻസിബേനെയും ഋഷീനെയും കൊണ്ടുവരാം, അല്ല അൻസിബേനെയും ഗബ്രീനെയും കൊണ്ടുവരാം, അല്ലെങ്കിൽ ഋഷീനെയും ഗബ്രീനെയും കൊണ്ടുവരാം. അതിന് പകരം കറക്റ്റ് ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്നു, അൻസിബേനെ ഋഷീനെ സേവ് ചെയ്യുന്നു. കറക്റ്റ് പിന്നെ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ആർക്കും പോയിട്ട് നിങ്ങൾക്ക് ഇനി അവിടെ ഇരിക്കാൻ പറ്റും തോന്നുന്നില്ല, അതുകൊണ്ട് അവിടെ പോയിരുന്ന് സംസാരിച്ചു നോക്കും. കണ്ടന്റ് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അല്ലേ എല്ലാവർക്കും അതാണല്ലോ വേണ്ട, ഒരു ഷോ ആണല്ലോ. അതുപോലെ മറ്റേ കപ്പിൾ വീഡിയോസ് ഉണ്ടാക്കി കാണിക്കുന്നു. അതെ അതെ അതെ. ഇതിനിടയ്ക്ക് ഏതോ ഒരു ട്രോളിൽ കണ്ടതാ, ഇനി അവർക്ക് അവർ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണെങ്കിൽ മറ്റേ സേവ് ദ ഡേറ്റ് വീഡിയോ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടൊരു വീഡിയോയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് മറ്റേ സൈക്കോപാത്തായിട്ട് ഞാനും കണ്ടായിരുന്നു. കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈക്കോപാത്ത് ബിഗ് ബോസ് ആണ്. പറയാൻ പറ്റുന്നില്ല. അപ്പൊ ബിഗ് ബോസ് അതിലെ കമന്റ്സ് കുറെ ഉണ്ടായിരുന്നു. പരിപാടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണണം കേട്ടോ ബിഗ് ബോസ് എന്ന്. അയ്യോ, ബിഗ് ബോസ് അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ജാസ്മിന്റെ തന്നെയാണേലും ചെറിയ ഷോർട്ട് ക്ലിപ്സ് എടുത്തിട്ട് മ്യൂസിക് മാറ്റി എഡിറ്റിംഗ് ചെയ്ത് ആ കർട്ടൻ വെക്കുമ്പോ ജാസ്മിൻ സൈഡിൽ എത്തിക്കുക. ഒരു മൊമെന്റിൽ എന്താണ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ മ്യൂസിക് പോയി സന്തോഷമായി. കർട്ടൻ തുറന്നു വരുമ്പോ പുള്ളിക്കാരിയുടെ പിന്നെ അത് കണ്ടില്ല, ഗബ്രിയുടെ ഫോട്ടോ കാണുന്നതിന് മുമ്പ് പുള്ളിക്കാരിയുടെ റിയാക്ഷൻ കാണിച്ചിട്ട് അത് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ആദ്യം ശരിക്കുള്ള റിയാക്ഷൻ വന്നു. കർട്ടൻ തുറക്കുമ്പോ ഗബ്രി ചിരിക്കുക, ഗബ്രിയാന്ന് മനസ്സിലാക്കി ഗബ്രി ചിരിക്കുക. അത് കാണുമ്പോ ഇവള് വിചാരിക്കണത് ശരിക്കും പറഞ്ഞാല് രണ്ടുപേരും സേവ്ഡ് എന്ന് കാണിക്കുന്നതായിരിക്കും നോക്കുന്നത്. അത് മാത്രല്ല അവള് അതിലേക്ക് നോക്കുന്നില്ല, അവള് ഗബ്രീനെ നോക്കുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഒരു റിയാക്ഷൻ അത് കണ്ട ഉടനെ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാധനം ഉണ്ട്. എപ്പിസോഡിൽ എഡിറ്റ് ചെയ്ത് വന്നേക്കണോണ്ട് അതുമില്ല. പക്ഷെ ഈ സാധനം കറക്റ്റ് ഈ സാധനം ഈ 2-3 സെക്കൻഡ് എന്തൊക്കെ ട്രോളുകളാണ് അതിന്റെ ഇടയ്ക്ക് വരുന്നത്. പുള്ളിക്കാരി അത് കഴിഞ്ഞ് ഗബ്രി പോയതിനു ശേഷം പുള്ളിക്കാരി അവിടെ പോയിരുന്ന് റസ്മിനോട് സംസാരിക്കുന്ന ഫോൺ കുത്തി ഇട്ടിട്ട്, അപ്പൊ കണ്ടോ അവളുടെ വായിന്ന് പുറത്തു വന്നു ഫോൺ കുത്തിയിടുന്ന കാര്യം. അപ്പൊ അവിടെ ഫോൺ കൊടുക്കുന്നുണ്ട്. അവള് പറയുന്നത് എനിക്ക് പറ്റില്ല, ഞാനിങ്ങനെ ഫോൺ കുത്തിയിട്ട് അയ്യോടാ എനിക്കിങ്ങനെ ഉണ്ട്. അവര് തന്നെ കാണിക്കുമായിരുന്നല്ലോ, നമ്പർ കുത്തി വിളിക്കണ പോലെ ഗബ്രിയും ജാസ്മിനും. അതാണ് അവര് ഉദ്ദേശിച്ചത്. ബിഗ് ബോസിൽ അപ്പൊ അതിന്റെ ഉള്ളിൽ ഫോൺ ഉണ്ടല്ലേ, ഇവര് ഫോണൊക്കെ അവള് കറക്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഗബ്രിയുടെ ഒരു സീൻ ഉണ്ടായിരുന്നു. അവൻ അതിനെ കുറിച്ച് അവന് പാനിക് അറ്റാക്ക് വന്നതിനെ കുറിച്ച് പറയാണ്. അപ്പൊ കുറെ പ്രാവശ്യം അങ്ങനെ പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. 8 തവണ 9 തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് അതിന്റെ ഒരു ഡ്രഗ് തന്നു. അവൻ പറഞ്ഞു അവന് ഡ്രഗ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് തന്നെ മെൻഷൻ ചെയ്തിട്ടാണ്, കണ്ടോ അവിടെ ഡ്രഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കമന്റ് ബോക്സിൽ പോയി നോക്കുമ്പോ ആൾക്കാർ ഇങ്ങനെ എടാ പൊട്ട, മെഡിസിന് ഡ്രഗ് ഒന്നും പറയൂടാ, വിദ്യാഭ്യാസം ഇല്ലാത്തവനെ എന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ ഈ പുറത്ത് പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ വൈറലായി നിൽക്കുന്ന ടൈമാണല്ലോ. അപ്പൊ അതില് റിയാസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഈ അഖിൽ മരാറിന്റെ ഒക്കെ ആ ഒരു സീസണിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഉള്ളിലുള്ളത് പോലെ അല്ല അവർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ്. അതെന്താ സംഭവം എന്നറിയോ? ഇപ്പൊ സെറീനയും അഖിലും പിന്നെ അഖിലിന്റെ വൈഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ്. അപ്പൊ അതിനെ കവറപ്പ് ചെയ്തിട്ടുള്ള തന്നെ ഒരു സാധനമാണ്. അപ്പൊ അതില് റിയാസ് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ റിയൽ ജെനുവിൻ പീപ്പിൾസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഗ്രഡ്ജ് ഒക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് അതേപോലെ നിന്നത്.
ഇല്ല ഇത് റിയാസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇഷ്ടമല്ല, ഞങ്ങൾ റിയൽ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു മീറ്റപ്പ് വെക്കാനോ അല്ലെങ്കിൽ എല്ലാവരും കാണാനോ നിൽക്കാത്തത്. പക്ഷെ ഇവര് ആളുകളുടെ മുമ്പിൽ ഫേക്ക് ആയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അകത്തുനിന്ന് തീർന്നു, പുറത്തു വന്നിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ നാട്ടുകാരുടെ മുന്നിൽ ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന്. ഗബ്രി സ്റ്റേജിൽ വന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കണക്ട് ചെയ്താണ് ഇത് വന്നത്. ഗബ്രി പറഞ്ഞു എന്റെ ഗെയിം അവിടെ ഡ്രോപ്പ് ചെയ്തു, എന്റെ പ്രശ്നങ്ങളെല്ലാം ഡ്രോപ്പ് ചെയ്തു, ഇനി ഞാൻ എല്ലാവരെയും എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ട് കാണിച്ചിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കണക്ട് ചെയ്ത് വന്നതായിരുന്നു ഇത്. അതില് ഭയങ്കര കരച്ചില് ജാസ്മിൻ എന്റെ പേര് പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എല്ലാവരുടെയും പേര് വന്ന് ജാസ്മിന്റെ പേര് പറഞ്ഞു. എന്റെ പേര് പറയാത്തെ. അയ്യോ, ശരിക്കും അത്രേ കാര്യം ചെയ്യേണ്ടേ ഉള്ളൂ. ഉള്ളിൽ നടക്കുന്ന ഇഷ്യൂസ് എല്ലാം അവിടെ തന്നെ ഉപേക്ഷിക്കുക, പുറത്തു വരുള്ളൂ. ഇതൊരു മാത്രം തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇപ്പൊ അല്ലാണ്ട് ഇത് കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെ കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല, അവരുടെ മെന്റാലിറ്റി ആണല്ലോ. റിയാസും റോബിനും തമ്മിലുള്ള ഇഷ്യൂസ് ഇപ്പോഴും റിയാസിന് ആളെ ഇഷ്ടമല്ല, ഇഷ്ടമല്ലായിരിക്കാം, കാണുന്നത് താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇപ്പൊ ഈ ബിഗ് ബോസ് ഈ സീസണിൽ നിന്ന് ആൾക്കാർ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് പുറത്തു വന്ന് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അതിനുശേഷം സിബിൻ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ആരാറിന്റെ പ്രതികരണവും അതിപ്പോ പോകുന്ന ഒരു ലൈൻ വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ്. ബിഗ് ബോസ് ചെയ്യുന്ന രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിപ്പോ എന്താ പറയണ്ടേ, സിബിൻ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ ആണെന്ന് അറിയുന്നത്. എനിക്ക് എന്റെ ഒരു പെർസ്പെക്ടീവ് എന്ന് പറയാണ്, പുള്ളിക്ക് എങ്ങനെയും പുറത്തിറങ്ങണം എന്നായിരുന്നു പുള്ളി അകത്ത് നിന്നേ പറയുന്നത്. എനിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പുറത്തിറങ്ങിയതിനു ശേഷം പുള്ളി നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പൊ അതൊരു ഗെയിം കാർഡ് പോലെ പുള്ളി അത് യൂസ് ചെയ്തതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ തിരിച്ചു പറയാം, എനിക്ക് തോന്നുന്നു ഹനാനൊരു വീഡിയോ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, അവിടുന്ന് ബിഗ് ബോസിന്റെ അതായത് എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ വീട് തല്ലിപ്പൊളിക്കും, ഓരോ സാധനം ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരാള് ഇപ്പോ കറക്റ്റ് ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് സ്ട്രെസ് പറ്റണില്ല, എനിക്ക് നേരത്തെ ഇങ്ങനെ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായതാന്ന് പറയുന്ന ഒരാള് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പറയുവാണ് ബിഗ് ബോസ് എന്നെ എലിമിനേറ്റ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് പിന്നെ അവരുടെ റിസ്ക് നോക്കട്ടെ വരില്ല. ഇയാളെ തിരിച്ചു കയറ്റി കഴിഞ്ഞാൽ പിന്നെയും ഈ പ്രശ്നങ്ങൾ കണ്ടിന്യൂ ആവുമെന്നും അതാ പുള്ളി അത്രയും ഒരു രണ്ട് ദിവസത്തോളം പുള്ളി അത്രയും പറഞ്ഞതിന് ശേഷമാണ് പുറത്തു. എനിക്ക് തോന്നുന്നു പുള്ളി അവിടെ ചെയ്തത് മൊത്തം ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ജെന്യുവിൻ ആയിട്ട് പുള്ളി എന്താ പറയാ, ആ ഒരു വീക്കില് പുള്ളിക്ക് ഫയർ കിട്ടിയ ആ ഒരു വീക്കില് പുറത്തുനിന്നുള്ള റിയാക്ഷനും അല്ലെങ്കിൽ അവിടുത്തെ ബിഗ് ബോസിന്റെ ക്രൂവില് ലാലേട്ടന്റെ ഒക്കെ എല്ലാവരുടെയും ഒരു റിയാക്ഷൻ കണ്ടപ്പോ പുള്ളിക്ക് കയ്യിൽ നിന്ന് പോയൊരവസ്ഥ വന്നു. അപ്പൊ അതിനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സാധനമായിരുന്നു പുള്ളിയുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ പിന്നെന്താ പറയാ മെന്റൽ പ്രഷർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവര് പുറത്തേക്ക് വിട്ടപ്പോ അതും സഹിക്കാൻ പറ്റിയില്ല. ശരിക്കും ബിഗ് ബോസ് ആ പുള്ളിനെ കൺഫെഷൻ റൂമിൽ കൊണ്ടിരുത്തുന്നു, ഡോക്ടറായിട്ട് സംസാരിച്ച് കൗൺസിലിംഗിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു. അതിപ്പോ റസ്മിന് ലാസ്റ്റ് വീക്ക് ഇങ്ങനെ ഡൗൺ ആണെന്ന് പറയുമ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു, സംസാരിക്കുന്നു, ഓക്കെ എന്ന് പറയുന്നു. പക്ഷെ ഇത് പുള്ളിക്ക് ആ പോയിന്റിൽ പോലും കൺട്രോൾ കിട്ടിയില്ല. പുള്ളിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുള്ളി അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്, എനിക്ക് പോണം, എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എങ്ങനെ സംഭവിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാലും തിരിച്ചു വരാൻ പറ്റും എന്നുള്ള സാധനമായിരുന്നു പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ കാണിച്ചു. അല്ല, എന്താന്നറിയോ, ഞാൻ പറഞ്ഞത് പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും പുള്ളിക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്ന രീതി പറഞ്ഞിട്ടുണ്ടാവും. പുള്ളി എന്താണെങ്കിലും എനിക്കോട് നിൽക്കാൻ പറ്റാത്ത രീതി തന്നെയാണ് പുള്ളി പറഞ്ഞത്. പുറത്തിറങ്ങുമ്പോൾ എന്താണെങ്കിലും ഇവര് ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണുമല്ലോ. അപ്പൊ ഒരു 50% ആളുകൾ പുള്ളിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഒരു 50% പുള്ളിനെ പ്രതികൂലിക്കാണ് ചെയ്യുന്നത്. ഇപ്പൊ അവരെ ഇപ്പൊ സിബിൻ മറ്റേ സിജോന്റെ ഒക്കെ കേസിൽ സംഭവിച്ച പോലെ ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് പുറത്ത് വിടുന്ന ആൾക്കാരെ, ഉറപ്പായിട്ടും പുറത്തേക്ക് പോകുന്ന ആൾക്കാരെ മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ. അല്ലെ ട്രീറ്റ്മെന്റ് അവിടെ തന്നെയാ കൊടുക്കുക. കാരണം പുറത്ത് പോയിട്ട് പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞ് പിന്നെ തിരിച്ചു എന്തായാലും കൊണ്ടുവരില്ല. സിജോയുടെ കേസിൽ സിജോയ്ക്ക് ഒരു മേജർ സർജറി ഉള്ളതുകൊണ്ട്, ഇവിടെ ജോയ്ക്ക് ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് സർജറി ഉള്ളതുകൊണ്ടാണ് സിജോനെ പുറത്തൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം അവൻ അവിടുന്ന് ഈസിലി കണ്ടന്റ് സക്സസ് ചെയ്യാൻ പറ്റും. കാരണം വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നു, അല്ലെങ്കിൽ അവിടെ വിഷ്വൽ കണ്ടില്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നു, അല്ലെങ്കിൽ അവിടെ സ്റ്റാഫ് ബിഗ് ബോസ് കണ്ടിട്ട് സജഷൻസ് പറയാൻ ആളുണ്ട്. ഇപ്പൊ വിഷ്വൽ കണ്ടിട്ട് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന് അകത്ത് തന്നെയാണ് ട്രീറ്റ്മെന്റെങ്കിൽ അവിടുന്ന് പുറത്താരുമായിട്ട് ഒരു കോണ്ടാക്ട് കിട്ടില്ല. ഇവര് കണ്ടന്റ് കാണിച്ചു കൊടുക്കൂല. സ്റ്റിബിൻ വിചാരിച്ച കാര്യം നടന്നില്ല.
പണ്ടൊരു സീസണിൽ ഓർക്കുന്നുണ്ടോ, ഇങ്ങനെ രണ്ടുപേരെ എവിക്ട് ചെയ്തു എന്നും പറഞ്ഞ് സീക്രട്ട് റൂമിൽ കൊണ്ടിരുത്തിയിട്ട് അവർക്കൊരു TV ഒക്കെ വെച്ച് കൊടുത്ത് അവരതിങ്ങനെ അല്ല കണ്ടോണ്ടിരിക്കുന്നത്. അത് ഇതിനു മുമ്പ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടന്നിട്ടുള്ള സീനാ അത്. നേരത്തെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരൊരു സീക്രട്ട് ആയിട്ടുള്ള റൂമിൽ 2 ദിവസം താമസിച്ചല്ലോ, ഓരോ 2 ദിവസമോ 3 ദിവസവും താമസിപ്പിക്കുന്നു. പക്ഷെ അവർക്ക് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അന്നേരം അവർ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെയും റീ എൻട്രി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവർക്ക് അതിനനുസരിച്ച് മലയാളത്തിലും അവസാനം ഗെയിം പ്ലാൻ വന്നിട്ടുണ്ടല്ലോ ചെയ്യാൻ പറ്റും. ഉണ്ട് അതാ പറഞ്ഞത്. ഇതിപ്പോ വേറെ സംഭവമൊന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ സിബിന് മനസ്സിലായി കളി വേറെ രീതിയിലാണ്. അപ്പൊ അത് ഗോ വിത്ത് ഫ്ലോ എന്നുള്ളൊരു സംഭവത്തില് പുള്ളി അങ്ങോട്ട് പോണത്. ഇപ്പൊ യമുനയുടെ ഹസ്ബൻഡുമായിട്ടുള്ള എന്തോ കോൺഫ്ലിക്റ്റും കാര്യങ്ങളുമായിട്ട് പോകുന്നു. ഇവര് എനിക്ക് തോന്നുന്നു ഈ സിബി വന്ന ടൈമിൽ യമുന ഇല്ലാന്ന് തോന്നുന്നു. യമുന ജസ്റ്റ് തലേന്ന് ഔട്ടായി പോവായിരുന്നു. അപ്പൊ ഈ യമുനയായിട്ട് ഈ വൈൽഡ് കാർഡ്സ് വരുന്നതിന്റെ തലേ ദിവസം പുള്ളി ഔട്ടായി പോവായിരുന്നു. അതാണ്. ഇതിപ്പോ പുറമെയാണ് ഇപ്പൊ ശരിക്കും ബിഗ് ബോസിനേക്കാൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ വന്നിട്ട് പറയണു ഷിജോ ഒന്നുമല്ല തീപ്പൊരി അവന്റെ ആള് പുറത്തെത്തി റോക്കീനെ. ഇല്ല, സിജോ എന്തോ വലിയ സംഭവം പറഞ്ഞ് റീ എൻട്രി ചെയ്തിട്ട് ഇപ്പം നനഞ്ഞ പടക്കം പോലെ എവിടെയോ കിടപ്പുണ്ട്. ആകെ പറയാനുള്ളത് നോറയെ കുറിച്ച് എന്തൊക്കെയോ ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോക്കുന്നുണ്ട്. നോറ അതിന് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നോറ ശരിക്കും പോലെ എല്ലാത്തിലും നോറ ടാർഗറ്റ് സ്പെസിഫിക് ആയി. ഇപ്പം ജിൻഡോയുടെ കാര്യം വന്നാൽ, അല്ലെ ജാസ്മിന്റെ കാര്യം വന്നാൽ, അല്ലെ അൻസിബയുടെ കാര്യം വന്നാൽ റസ്മിനെ പറയാറില്ല, അഭിഷേകിനെ പറയാറില്ല, മുടിയനെ പറയാറില്ല. ടാർഗറ്റഡ് ആയി. ടാർഗറ്റ് മാത്ര അവർ ഒരു ഗ്രൂപ്പ് സാധനങ്ങൾ, ഒരു ഫേവറുള്ള ഗ്രൂപ്പ് വന്നതിന്റെ ഒരു വ്യത്യാസം ഉണ്ടോ ചോദിച്ചാൽ പക്കി. പക്ഷെ ആരാണെങ്കിലും പുള്ളിക്കാരി മോന്ത നോക്കി പറയുമായിരുന്നു. പക്ഷെ ഇതിനെന്തോ പുള്ളിക്കാരി ആണെങ്കിലും ഇത്രയും ദിവസമൊക്കെ ആയില്ലേ, ഗെയിമിൽ കുറെ ദിവസം ആയില്ലേ, അതുകൊണ്ട് തന്നെ ഇപ്പം ലാലേട്ടൻ തന്നെ എല്ലാ എപ്പിസോഡുകളിലും നോറേനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. നോറയ്ക്ക് ഒത്തിരി സ്പേസ് കൊടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ശരിയാ. എല്ലാ ദിവസവും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും എന്താ നോറയുടെ അഭിപ്രായം നോറയുടെ എടുത്ത് ചോദിക്കുന്നുണ്ട്. നോറയ്ക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടാണ് ബാക്കി പരിപാടി ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ ഇപ്പൊ സിജോയും സായിയും കൂടെ നടന്ന് ഭയങ്കര പ്ലാനിങ്ങും ഭയങ്കര ചർച്ചകളും. സിജോ എങ്ങനെയാലും സായിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞ ബിഗ് ബോസിന്റെ എല്ലാ പരിപാടികളും പുറത്താണ്. അഖിൽമാരാന്റെ തന്നെ എന്തോ ഒരു ഇന്റർവ്യൂസും ലൈവും അഖില് പറയുന്നത് കറക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അടുത്ത ആള് വന്നിട്ട് റിനോഷ് വന്നിട്ട് ലൈവ് ഇടുന്നു, റിനോഷ് വന്നിട്ട് പഴം കഴിക്കുന്നു. റിനോഷ് മാത്രല്ല എല്ലാരും സംസാരിക്കുന്നുണ്ട്. കുറെ ആൾക്കാര്, ശോഭയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ മനീഷ, സെറീന, എല്ലാരും പ്രതികരിക്കുന്നുണ്ട്. കാരണം എന്താ എല്ലാരും അടച്ചാക്ഷേപിച്ചാ പുള്ളിക്കാരൻ പറയുന്നത്. എന്താ വെച്ചാ ബിഗ് ബോസിൽ ചെന്ന ആൾക്കാര് സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തെളിവുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ പുള്ളിയെ തെളിവ് കാണിച്ചിട്ട് ഇന്ന ആളെന്ന് മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും സീസണിൽ ഇത്രയും ആൾക്കാർ പോയെടുത്ത് ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോ ആരെയാന്നാ പറയാ? അല്ല, അവർക്കിപ്പം ഇപ്പൊ ദിൽഷക്കാണെങ്കിലോ അവർക്ക് ഈ പോയ ഫീമെയിൽ കണ്ടസ്റ്റിന് മൊത്തം അവരുടെ മേത്തൊരു എന്താ പറയണ്ടേ, അവര് ടാർഗറ്റ് ചെയ്തൊരു കാര്യമാണ് അഖിൽമാരാർ പറഞ്ഞത്. അല്ല ഞാൻ ചോദിക്കട്ടെ, മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീകളെ മാത്രമാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ അല്ല, അഖിൽമാരാര് സംസാരിക്കുമ്പോ ആണുങ്ങളെയും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്ത്രീകളെ മാത്രല്ല, ബിഗ് ബോസിൽ പോയ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ പറയാ. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഓർത്തെ, മറ്റേ ഇവളുടെ ജാൻമിനിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നോ? കണ്ടില്ല. ജാൻമനി ലാസ്റ്റ് ഒരു റീല് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അഖിൽമാരാരെ മറ്റേ കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം എങ്ങനെ അഖിൽമാരാർ വന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇപ്പം അവിടെ ബിഗ് ബോസിൽ വന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും അതിനെതിരെ പറയണ്ടേ. കാരണം അവർക്കൊരു ഇതാണ്. കാരണം ഇപ്പം സീസൺ നിൽക്കുന്നവർക്ക് എതിരെയാണെങ്കിൽ പോലും കാസ്റ്റിംഗ് കൗച്ച് കഴിഞ്ഞിട്ട് വന്നവരാന്നുള്ളൊരു ഇത് പുള്ളി സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞു വെച്ചേക്കണേ. ഫീമെയിൽ മെയിൽ എന്നുള്ളതല്ല, എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന എല്ലാ യൂണിസെക്സ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് എല്ലാവരെയും ബാധിക്കുന്ന കേസാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലാണ് പിന്നെ പൈസ കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് പിന്നെ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ കയറുന്നതെന്ന് പറയുമ്പോൾ ഈ 1-2 പേര് 3-4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ വിരൽ ചൂണ്ടുമ്പോൾ ബിഗ് ബോസിൽ പോയ എല്ലാവർക്കും അത് ബാധിക്കും, എല്ലാരെയും അത് ബാധിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് തെളിവുകൾ നിരത്തിയിട്ട് വേണം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. പുള്ളി പറയണ സാധനം ഭയങ്കര എന്നാ പറയണേ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യമാണ്. തെളിവുണ്ടെന്ന് പറയുന്നു, അത് ഏഷ്യാനെറ്റിലെ അവിടുത്തെ 2 സീനിയർ എഡിറ്റേഴ്സിനെ പറ്റിയാണ് സാധനം തെളിവിരിക്കണെന്ന്. പക്ഷെ എന്താണ് തെളിവെന്നോ എന്താണ് സാധനം ആരാണെന്ന് റിവീൽ ചെയ്യണം ഒരാളുടെ. ഇപ്പൊ ഹൈദരാലിയുടെ ചാനലിലാണ് ഈ സംഭവം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇന്റർവ്യൂ തന്നെ. അതിനകത്ത് പോലും പുള്ളി ചോദിക്കുന്നുണ്ട് തെളിവ് എന്താ ഉള്ളത്, തെളിവ് കാണിക്കാൻ പറയും. പുള്ളി പറഞ്ഞ തെളിവുണ്ട് പക്ഷെ ഞാൻ കാണിക്കില്ല, ചാറ്റും കാണിക്കില്ല, ആരാന്ന് കാണിക്കണ്ട, കാണിക്കാൻ പറഞ്ഞിട്ട് കാണിക്കണം എന്താണെന്നുള്ളത്. ഓരോരോ പ്രശ്നം വരുമ്പോഴും പുള്ളി എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു. എനിക്കത് ഒട്ടും എന്താ പറയാ കൺവിൻസിങ് ആവാത്ത ഞാൻ പറയും ഒട്ടും കൺവിൻസിങ് ആവുന്നില്ല. പുള്ളി എക്സ്ട്രാ ഓരോ ചോദ്യത്തിനനുസരിച്ച് മാറ്റി പറയുന്ന പോലെ അങ്ങനെയാ തോന്നുന്നു. ഇത്രയും തുറന്നു പറയാനായിട്ട് ധൈര്യം കാണിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നും പറഞ്ഞ് ഇതെടുത്ത് കാണിക്കാം. പക്ഷെ അത് ചെയ്യുന്നില്ല. അപ്പൊ ഇതിലെന്തോ നിഗൂഢമായ എന്തെങ്കിലും കാണും. ഇല്ല, ഈ സംഭവത്തിൽ എനിക്ക് തോന്നിയൊരു കേസ് എന്ന് പറഞ്ഞാല് അഖിൽമാരാറ് കഴിഞ്ഞ സീസൺ കപ്പ് വിന്നർ ആയിരുന്നു. കുറച്ച് നാളത്തേന് അഖിൽമാരാർ ട്രെൻഡിങ് ആയിട്ടിരുന്നു. പിന്നെ അഖിൽമാരാറിന്റെ കുറെ ഇന്റർവ്യൂസും വീണയുടെ തന്നെ കുറെ ഇന്റർവ്യൂസും ആയിട്ട് ട്രെൻഡിങ് ആയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഖിൽമാരാർക്ക് ഒരു സ്പേസ് ഇല്ല, ഒരിടത്തും ഒരു സ്പേസ് ഇല്ലാണ്ടിരിക്കുമായിരുന്നു. ഒരിടത്തും ഒരു ചർച്ചയിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ എനിക്കും തോന്നിയത്. എന്നിട്ട് മറ്റേ 50 ഡേയ്സിന്റെ സെലിബ്രേഷന്റെ ഒരു 50 ഡേയ്സ് സെലിബ്രേഷന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു കേട്ടോ. 50-ാം ദിവസത്തെ സെലിബ്രേഷന് ഞാനും വീഡിയോ എടുത്ത് അയച്ചു, എന്നാൽ ഞാൻ ഇതിന് എതിരെ പറഞ്ഞതിന് ശേഷം മാത്രമാണ് വീഡിയോ എടുത്ത് അയച്ചതെന്ന്. ഇത്രയും മോശമായ ഒരു പരിപാടി വേറെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് അയച്ചത്. കാണിച്ചു. ഒന്നുമില്ലും പുള്ളി ടൈറ്റിൽ വിന്നറാണ്. പുള്ളി ഈ ഒരു ഷോയോടുകൂടിയാണ് എല്ലാരും അറിയപ്പെട്ടത്. ഒരു വലിയ വിഭാഗം ജനങ്ങൾ അറിയപ്പെടുന്നത് പുള്ളി ഈ ഷോയിലൂടെ. നമുക്കിപ്പോ എതിരെ വരുന്നതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പൊ ഒരു ഷോയ്ക്കെതിരെ അവര് ചെയ്യുന്ന തെറ്റാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന തെറ്റല്ല. പക്ഷെ നമ്മള് പറയുന്ന വെറുതെ ഒരു അലിഗേഷൻ മാത്രമായിട്ട് മാറരുത്. തെളിവുകൾ ഉണ്ടെങ്കിൽ തെളിവുകൾ കാണിക്കുക. ആരെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ പറയുക. അല്ലാണ്ട് ഇങ്ങനെ അടച്ചു പറയുമ്പോൾ അത് ബാധിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ ഏജിലും പെട്ട ആളുകൾ കാണുന്ന ഒരു ഷോയാണിത്. അപ്പൊ ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കണം. അല്ലാണ്ട് അതെ ഞാൻ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞത് രഹസ്യ സ്വഭാവത്തിൽ അത് മൂടി വെക്കുകയല്ല ചെയ്യേണ്ടത്. അത് തുറന്നു കാണിച്ച് എല്ലാവരിലേക്കും ഈ സത്യം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ 2 അഭിപ്രായമുണ്ട്. ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്, ഇതില് കള്ളമാണെന്ന് പറയുന്നവരും ഉണ്ട്, ഇതിലൊന്നും പെടാണ്ട് നിൽക്കുന്ന ആളുകളും ഉണ്ട്. ഇപ്പൊ മനീഷയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂ കണ്ടതില് പുള്ളിക്കാരി ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ വന്നിട്ട് ഒത്തിരി വർഷമായിട്ടുള്ളൊരു ആളാണ്. അപ്പോ ഇതുപോലെ പുള്ളിക്കാരി ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് തന്നെ ചീത്തപ്പേരുകൾ ആവശ്യത്തിലേറെ പുറത്തുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും സാധനങ്ങളും ഒക്കെ ഫേസ് ചെയ്ത് ഇങ്ങനെ ഒരു ഇതുവരെയൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ഒരു അലിഗേഷൻ വെക്കുമ്പോ പുള്ളിക്കാരിയുടെ നേരെ പിന്നെയും ഈ പണ്ട് പറഞ്ഞതും കേട്ടതും ആൾക്കാർ പിന്നെ പുള്ളിക്കാരി തെറ്റിദ്ധരിക്കപ്പെടും. സിനിമ ഇൻഡസ്ട്രി ഇത് പുറത്തുനിന്ന് വന്ന ഒരാളെ അത്ര എഫക്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പം ഒരു ജാസ്മിനോ അല്ലെങ്കിൽ നോറ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പക്ഷെ ഈ സെലിബ്രിറ്റി ഫേസിൽ നിൽക്കുന്നവരാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് ഓൾറെഡി ഈ ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ അവര് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ കേട്ട് വന്ന സാധനങ്ങളാണ്. ഇതിനെയൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ട് ആരാന്ന് പറയാതെ ഞാനത് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പറയുമ്പോൾ അത് സാധനം മാറിപ്പോവോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാനത് പറയാതിരുന്നത്. കുറച്ച് നേരത്തെ മുന്നേ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തത് തന്നെ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കത് തോന്നിയൊരു കാര്യമാണ്. ഇപ്പം ഒരുപാട് ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ വേഷങ്ങൾ മുതൽ കഷ്ടപ്പെട്ട് ലൈം ലൈറ്റിലേക്ക് വന്ന ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഓൾറെഡി നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെയാണ് പറയാറ്, അവരത് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ ഒരു ഷോയിൽ കിട്ടിയത്, അല്ലെങ്കിൽ ഇവരങ്ങനെ ചെയ്തിട്ടാണ് ഇവർക്ക് ഈ ഒരു സിനിമയിൽ ഇത്ര ഒരു ലീഡ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പം കരിയർ ഗ്രോത്ത് ആയി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോയിൽ വരുന്ന ടൈമിലും ഇത് താന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവരും മറന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടാവും.
അന്നേരമാണ് ഇങ്ങനെ അഖിൽമാരെ പോലെ ഒരാൾ വന്നു നിന്നിട്ട് ഇങ്ങനെയാണ് അവർ കയറുന്നത് പറയുമ്പോൾ വീണ്ടും പഴയ മനീഷയുടെ കേസിൽ വന്ന കണക്ക് പഴയ കേസ് മനീഷയുടെ കേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മക്കളെ വളർത്തുന്നത് ഒരു സിംഗിൾ പാരന്റ് ആയിട്ടൊക്കെ മക്കളെയൊക്കെ വളർത്തി പിന്നെ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഒരു ആളാണ്. സിംഗിൾ പേരന്റ് വിഡോ ആയതുകൊണ്ട് തന്നെ വിഡോ ഏതാണ് ടാർഗറ്റഡ് ആയിട്ടുണ്ട്. ഒരു 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 സ്ത്രീ പിന്നെ ഡിവോഴ്സിന് ശേഷം അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പൊതുസമൂഹത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ്. അത് പുള്ളിക്കാരി ഇങ്ങനെ ഇൻഡസ്ട്രിയിലും കൂടെ ആവുമ്പോ കൂടത്തേ ഉള്ളൂ. അതിപ്പോ ഒരു സെലിബ്രിറ്റി ആവണമെന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ് അത്. അപ്പൊ ഇങ്ങനെ ഒരു അലിഗേഷൻ കൂടെ വന്നു കഴിയുമ്പോ അത് അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന് അവര് തന്നെ സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇന്ന ആൾക്കാരാണെന്ന് തെളിവുകൾ നിരത്തി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ അത് പറയാൻ പറ്റും. ഇതിപ്പോ കഴിഞ്ഞിട്ടുള്ള സീസൺ 1 മുതൽ ഇപ്പൊ നിൽക്കുന്ന 6ാമത്തെ സീസണിൽ വരെയുള്ള എല്ലാ സ്ത്രീകളെയും ഇത് ബാധിക്കുന്ന കാര്യമാണ്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെയും മറ്റ് അതായത് ട്രാൻസ് പോലെ ഉള്ളവരെയും ഗേസിനെയും ലെസ്ബിയൻസിനെയും ഒക്കെ ഇത് ബാധിക്കും. എല്ലാ ജെൻഡറിൽപ്പെട്ട ആളുകളെയും ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ ആരാ എന്താണെന്ന് വ്യക്തമായ തെളിവുകൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടോ. ഇത് അഖിൽമാരാരുടെ സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്ത് ഇതിന്റെ ഇടയ്ക്ക് ആരൊക്കെയോ ഞാൻ എന്നാ പറയണ്ടേ ഏതൊക്കെയോ പേജുകളിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഞങ്ങളുടെ കൂടെ ഈ ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്ന ഒരാള് ഇപ്പം ബിഗ് ബോസ് ഇതുപോലെ ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട് ഫേക്ക് ജസ്റ്റിഫിക്കേഷൻസ് ആരാന്ന് ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലും ആളുകൾ വന്ന് പറയണ്ട. ചിലപ്പോ അവര് ബിഗ് ബോസ് ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഓക്കെയാണ്, അവർക്ക് നേരിട്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരത് തുറന്നു പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ഇത് എല്ലാരും ഇങ്ങനെയാണെന്നൊരു സാധനം പറയുന്നത് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്ത ആരും ഇന്റർവ്യൂവിന് പോലും അറ്റൻഡ് ചെയ്ത് കാണല. വന്നിട്ട് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടായിരുന്നു, എന്റെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആൾ ഓക്കെ പറഞ്ഞു, അങ്ങനെ ആള് കയറി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ബോസിലുള്ള കണ്ടസ്റ്റൻസ് 18 പേര് ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഭയങ്കരമായിട്ട്. ഇതിപ്പം ഒരാള് വന്നിട്ട് ഒരു ലേഡി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇന്റർവ്യൂല് കിട്ടിയതായിരുന്നു, ഞാൻ എന്നിട്ട് പോവാൻ വേണ്ടി ഇരുന്നായിരുന്നു. അഖിൽമാരാന്റെ പേജിലൊക്കെ അതുണ്ട്, അവരുടെ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് വന്നത്. ഈ ഒരു പുള്ളി ഇതിനെപ്പറ്റി പറഞ്ഞതിന് ശേഷമാണ് അഖിൽ അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സത്യം തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഒരു ബോബ് കട്ടൊക്കെ ചെയ്തിട്ട് ഒരു പുള്ളിക്കാരി ഇരുന്ന് സംസാരിക്കുന്നത്. പിന്നെ അഖിലിന്റെ ഒരു സാധനം എന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് എന്താ വെച്ചാൽ അവരുടെ സീസണിലുള്ള ഒരാളെ പോലും പറഞ്ഞിട്ടില്ല, അത് എടുത്തു പറയുകയും ചെയ്തു ഞങ്ങളുടെ സീസണിൽ ആർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, ആരും അങ്ങനെ നേരിട്ടിട്ടില്ല എന്ന്. കാരണം പുള്ളിക്കാരന് അത്രയും അടുത്ത ആൾക്കാരാകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സീസണിൽ നിന്ന ആൾക്കാർ അവർ ആ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ആരെയും ബ്ലെയിം ചെയ്യാതെ ഞങ്ങളുടെ സീസണിൽ ആരും ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടാ പറയുന്നത്. അല്ല അഖിൽമാരൻ ടാർഗറ്റ് ചെയ്ത് പറയാനില്ല, കാരണം അഖിൽമാരാറും റോബിനും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പുറത്തെ റിയാസിന്റെ കൂടെ പോഡ്കാസ്റ്റിൽ വരുന്നതാണ്, അവര് എല്ലാവരും മീറ്റപ്പ് ചെയ്യണതാണ്. റിയാസ് ദിൽഷ ആ ഒരു കുറെ അവര് എല്ലാം ഇപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അഖിൽമാര് പറയണത് കള്ളമാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ റിവീൽ ചെയ്യുവാണ്. അല്ലല്ലോ അതെന്താ അങ്ങനെ? ബാക്കി സീസണിലുള്ള എല്ലാവരും മോശം, ഇവരുടെ സീസണിലുള്ളവർ മാത്രം നല്ലതെന്നല്ല, എന്തിനാ അങ്ങനെ പറയുന്നേ? അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് റിയാസ് പറഞ്ഞത് ഇവരൊക്കെ ഫേക്ക് ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അതാ പറഞ്ഞ ഈ പറയുന്ന സാധനത്തിന് ഒരു ബേസ് ഇല്ലാതെ പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയത്. കാരണം പുള്ളി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആഡ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. കണക്ട് ചെയ്ത് ഉത്തരങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിപ്പം ഈ ഹോട്ടൽ ടാസ്ക് അടുത്ത വീക്കിൽ ഹോട്ടൽ ടാസ്ക് ആണെന്ന് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹോട്ടൽ ടാസ്ക് വരുമ്പോ ആരാണ് 3 പേര് വന്നത്, അവരുടെ ഇത് വരുമ്പോ പിന്നെ ഈ കണക്റ്റഡ് കാര്യങ്ങളിലേക്ക് വരുമ്പോ നമുക്കറിയാം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പം ഈ വീക്ക് നമുക്ക് ഇത്ര അല്ലേ പറയാനുള്ളൂ. അത്രേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലൊന്നും സംഭവിക്കാത്തതുകൊണ്ട് പുറത്തെ കാര്യങ്ങളായിരിക്കും കുറച്ച് കൂടുതൽ. ആകെയുള്ളത് രതീഷ് വന്നു പോയി, ഗബ്രി ഔട്ടായി പോയി, ഇതൊക്കെ തന്നെയായിരുന്നു നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ടാസ്കുകൾ വന്നിട്ടുള്ള ഒരു വീക്ക് കൂടി ആയിരുന്നു. ഇനിയിപ്പോ അടുത്ത വീക്കില് ഹോട്ടൽ ടാസ്ക് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാം. അതെ, കുറച്ച് നല്ല എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു പ്രമോ കണ്ടതിനകത്ത് ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം
ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ലൈവിൽ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ജിൻഡോയും ജാസ്മിനും തമ്മിൽ എന്തോ കോൺഫ്ലിക്ട്, ഗബ്രിയുടെ പേരും പറഞ്ഞിട്ട് ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പം അടുത്ത വീക്കിൽ ആ കോൺഫ്ലിക്റ്റിന്റെ കാര്യങ്ങളും അതുപോലെ ഹോട്ടൽ ടാസ്ക് വന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളും അതുപോലെ ടീം സ്പ്ലിറ്റ് ചെയ്തു, അതായത് പുതിയ ക്യാപ്റ്റൻസി വന്നു കഴിയുമ്പോൾ ടീമിനെ പൊളിക്കുന്നുണ്ട്. അപ്പം ചേഞ്ച് അടുത്ത ആഴ്ച കണ്ടന്റുകൾ കാണുമെന്ന് പ്രതീക്ഷിച്ചു നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയാലോ? ഓക്കെ, അതായിരിക്കും നല്ലത്.